ഘട്ടത്തിൽ കെ സുധാകരനാണ് വിജയിച്ചത്. കെ സുധാകരൻ പിടിച്ച പിടിയാലെ വാങ്ങിച്ചെടുത്തു. സ്വാഭാവികമായും ജൂൺ 4 കഴിഞ്ഞ് അതെ പിടിച്ചെടുക്കുകയാണ്. ജൂൺ 4 ശേഷം സ്വാഭാവികമായി അദ്ദേഹത്തിന് ആകാതിരിക്കാം, എല്ലാം സംഭവിക്കാം. പക്ഷേ അതിനൊന്നും കാത്തു നിൽക്കാതെ അദ്ദേഹം ആഗ്രഹിച്ച സ്ഥലത്ത് അദ്ദേഹത്തിനെതിരായി നടക്കുന്ന പടനീക്കത്തെ കൃത്യമായി തിരിച്ചറിഞ്ഞ് നേതൃത്വത്തെ മുൾമുനയിൽ നിർത്തി വളരെ കൃത്യമായി ഇത് വാങ്ങിച്ചെടുത്തു. ഇതിൻ്റെ ഒരു പ്രശ്നം, ഈ നേതൃമാറ്റം എന്നത് കോൺഗ്രസ് രാഷ്ട്രീയ സംസ്കാരത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് നേരെ നീങ്ങുമ്പോൾ അദ്ദേഹം ഒരു മെസ്സേജ് കൊടുത്തു, ഞാൻ ഒഴിഞ്ഞാൽ വി ഡി സതീശൻ ഒഴി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരുപോലെ ഉത്തരവാദിത്വമാണ്. അപ്പം നേതൃമാറ്റം എന്ന് പറയുന്ന ഒരു ചർച്ചയിലേക്ക് കോൺഗ്രസിനകത്ത് കാര്യങ്ങൾ പോയാൽ അത് വി ഡി സതീശനെയും ബാധിക്കാവുന്നതല്ല. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, പ്രതിപക്ഷം എവിടെ നിൽക്കുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വരാൻ പോകുന്ന റിസൾട്ട്, ഇതിനൊക്കെ അനുബന്ധമായി ഇതെല്ലാം കൂടെ കൂട്ടിവെച്ച് മാത്രം നേതൃമാറ്റത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി എന്നല്ലേ കെ സുധാകരൻ. അതാണ് കാര്യം. കഴിഞ്ഞ നേതൃയോഗത്തിനകത്ത് കോൺഗ്രസ് പ്രത്യേകിച്ച് UDF മുൻകൈ നേടിയാൽ പോലും അത് സംഘടനാ ശക്തി കൊണ്ട് ഉള്ള വിജയമായി കണക്കാക്കാൻ കഴിയില്ല എന്നതാണ് കഴിഞ്ഞ ദിവസം 4-ാം തീയതി ചേർന്ന KPCC നേതൃയോഗത്തിലുണ്ടായ ധാരണ.